നമുക്കറിയാവുന്ന ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ 15 വർഷവും പിന്നീട് 12 വർഷക്കാലം ശ്രീ അരവിന്ദ് കെജ്രിവാളും ആദിഷിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി സർക്കാരുമായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പൊ 1/4 നൂറ്റാണ്ടിലേറെ കാലം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മൂക്കിന് താഴെ ഡൽഹിയില് 1/4 നൂറ്റാണ്ടിലേറെ കാലം അധികാരത്തിൽ നിന്ന് പുറത്തു വന്ന BJP ഏത് വിധത്തിലും അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പില് 2 പ്രധാന ഘടകങ്ങൾ, ഒത്തിരി ഘടകങ്ങളുണ്ട്, 2 പ്രധാന ഘടകങ്ങൾ കൃത്യമായി നിർവചിച്ചാൽ എന്തുകൊണ്ട് BJP അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും അല്ല അതിന് മുമ്പിലുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇത് ബൈപോളാർ അല്ല 2 പാർട്ടികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു. കഴിഞ്ഞ തവണ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലായിരുന്നു. അതിന് മുമ്പിലത്തെ തവണയും ഏതാണ്ട് കോൺഗ്രസ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പിൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഇത്തവണ ഉണ്ടായ വ്യത്യാസം ഇതൊരു ത്രികോണ മത്സരമായി. ഈ ത്രികോണ മത്സരം ആരായി, എന്തുകൊണ്ടായി എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരാം. പക്ഷെ കൃത്യമായ ഒരു ത്രികോണ മത്സരം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ശക്തമായ തിരിച്ചുവരവ്, അല്ലെ അവരുടെ വോട്ട് പെർസെന്റേജ് ജയിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒരു സീറ്റിൽ അവർ മുന്നിലുണ്ട്. പക്ഷെ അവര് പലയിടത്തും വോട്ട് ഭിന്നതയാണ് തൽക്കാലം BJPക്ക് ഗുണകരമായത്. അതിലേക്ക് വഴിതെളിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. രണ്ടാമത്തെ പ്രധാന കാര്യം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാരണം ആദ്യത്തെ 2 ഭരണത്തില്, പ്രത്യേകിച്ച് ആദ്യത്തെ 5 വർഷത്തെ ഭരണത്തില് പാവങ്ങളെയും മിഡിൽ ക്ലാസിനെയും മധ്യവർഗത്തെയും അങ്ങേയറ്റം ആകർഷിക്കുന്നതായിരുന്നു കേജ്രിവാളിന്റെ പ്രവർത്തനങ്ങള്. ഒരു മാറ്റം ആഗ്രഹിച്ച ഡൽഹിയിലെ ജനങ്ങൾക്ക്, കാരണം BJPയും കോൺഗ്രസും ഒരുപോലെ തെറ്റുകാരാണെന്നും അല്ലെങ്കിൽ അഴിമതിക്കാരാണെന്നും അവര് വർഗീയ പ്രീണനങ്ങൾ നടത്തുന്നുവെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ഒക്കെ വിചാരിച്ച അവരിൽ നിന്ന് വ്യത്യസ്തമായി ആം ആദ്മി പാർട്ടിയിൽ ഒരു വലിയ പ്രതീക്ഷ കണ്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയിലേക്ക് ജനങ്ങള് അത്തരം മാറ്റത്തിന് ഇത്തവണ കോൺഗ്രസ് ശ്രമിച്ചിരുന്നെങ്കിൽ അത്രയും എത്താൻ കോൺഗ്രസിന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും മുൻകൂട്ടി നടത്തിയില്ല. കാരണം അവര് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ സംയുക്തമായി മത്സരിക്കാനായിരുന്നു ഇവിടെ ഉണ്ടാകുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, തോറ്റു. പക്ഷെ ഡൽഹിയില് മറ്റു സംസ്ഥാനങ്ങൾ പോലല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഘടകവിരുദ്ധമായി തികച്ചും വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്നൊരു വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. നമുക്കറിയാം 70 മണ്ഡലങ്ങളില് കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി BJP 7 ജയിക്കുമ്പോഴും നമുക്കറിയാം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 70-ല് 67 സീറ്റും ആം ആദ്മി പാർട്ടി 3 സീറ്റിലേക്ക് BJP ഒതുങ്ങി. കഴിഞ്ഞ തവണ അത് 62-8 ഒതുങ്ങി. അപ്പൊ വലിയ വ്യത്യാസമാണ്, ചെറിയ വ്യത്യാസമല്ല. അപ്പൊ സംസ്ഥാനങ്ങളിലെ ഭരണത്തെക്കുറിച്ച് ഡൽഹിയിലെ ജനവിഭാഗത്തിന് കൃത്യമായ വ്യത്യസ്തമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കേണ്ടതായിരുന്നു. ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു സുപ്രഭാതത്തില് ശ്രീ കേജ്രിവാൾ ഏകപക്ഷീയമായി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് പ്രധാനമായും ഈ 3 പ്രധാന കാരണങ്ങൾ. അതായത് മൂന്നാമത്തെ കാരണം ആദ്യത്തെ കാരണമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. ഒന്ന്, ഇവിടെ ട്രൈപോളാർ മത്സരം ഉണ്ടായി, ബൈപോളാറിന് പകരം അതായത് ത്രികോണ മത്സരം ഉണ്ടായി. ആ ത്രികോണ മത്സരം ഉണ്ടായതിന് മുഖ്യ കാരണക്കാരൻ ശ്രീ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും തന്നെയാണ്. അവരുടെ ആത്മവിശ്വാസം എന്ന് ഞാൻ പറയില്ല, അഹങ്കാരം എന്ന് തന്നെ പറയും. കാരണം അഹങ്കാരത്തിലേക്ക് പോയ അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ കേജ്രിവാള് രാജ്യത്തെ ജനങ്ങളെ ആകർഷിച്ചത്. ഞാനൊക്കെ കേജ്രിവാളിനെ എത്രയോ സ്നേഹത്തോടെ കണ്ട ആളുകളായിരുന്നു. കാരണം ഞങ്ങളൊക്കെ വരുമ്പോ കേജ്രിവാള് വള്ളിച്ചെരുപ്പിട്ട് ഒരു പഴയ മാരുതി സെൻ കാറില് നടക്കുന്ന കേജ്രിവാളിനെയാണ് നമ്മൾ മാരുതി 800 കാറിൽ. അതിൽ നിന്നും അദ്ദേഹം, നമ്മളിപ്പോ ശ്രീ നരേന്ദ്രമോദിയോ കേന്ദ്രമന്ത്രിമാരോ അല്ലെ ശ്രീ പിണറായി വിജയനോ ഒക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഏറ്റവും വില കൂടിയ ഇന്നോവ ഹൈക്രോസോ ക്രിസ്റ്റയിലൊക്കെ നടക്കുന്ന 40 ലക്ഷത്തിന്റെ വണ്ടിയിലൊക്കെ നടക്കുന്ന വലിയ സന്നാഹങ്ങളുമായി പോകുന്ന ഒരു കേജ്രിവാളിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വസതി എന്ന പേരിൽ വൻ വസതി ഉണ്ടാക്കി. ആ പ്രചരണം, ശീഷ് മഹൽ എന്നുള്ള ആ പ്രചരണത്തിനകത്ത് കുറെയൊക്കെ സത്യമുണ്ടെന്ന് മനസ്സിലായി. ഇത്രയും വലിയൊരു വസതി, അദ്ദേഹം എളിമയുടെ പാവങ്ങളുടെ രക്ഷകനായി വന്നവൻ ഇവിടുത്തെ മറ്റുള്ള കോൺഗ്രസ് BJP സംസ്കാരത്തിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ ആ നിലയിലേക്ക് അദ്ദേഹവും മാറുന്നു. അതാണ് കണ്ടത്. നമുക്കറിയാം ഈ ഡൽഹി മദ്യനയ കേസിൽ അദ്ദേഹം ഒത്തിരി കാലം അകത്തുപോയി, ജയിലിലായി. അദ്ദേഹവും മനീഷ് സിസോദിയ അടക്കമുള്ളവർ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആള്. ഈ മദ്യനയ കേസില് പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, ഇതുവരെ ഒരു പണം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെയും
കേജ്രിവാളിന്റെയും ഏറ്റവും വലിയ ഡിഫൻസ് പ്രതിരോധം. ആ പ്രതിരോധത്തിന് ഒരു പരിധിവരെ ശരിയുമാണ്. BJP അവരെ കൊടുക്കാൻ തന്നെ ശ്രമിച്ചതാണ്, ഒരു സംശയവും എനിക്കില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായത് മുഴുവൻ ഈ പാവങ്ങളുടെ പണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൃത്യമായ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് ഡൽഹി മദ്യനയത്തില്. അത് ഗുജറാത്തില് തെരഞ്ഞെടുപ്പിലും ഗോവയിലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പ്രധാനമായും ഇവിടെ ഉണ്ടായത് BJP-യിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ആം ആദ്മി പാർട്ടി അധപതിച്ചു എന്നതാണ് പ്രധാന കാരണം. നമുക്കറിയാം, ഹനുമാൻ ചാലിസ മുതൽ ഇങ്ങനെ പാടി അമ്പലങ്ങളിലൂടെ മാത്രം നടന്ന് ഹിന്ദുത്വ വോട്ടുകളെ ഒരു വഴിക്കും സിഖ് വോട്ടുകളെ മറുവഴിക്കും. സിഖ് തീവ്രവാദത്തിൽ തീവ്രവാദികളുടെ പണത്തിലാണ് ആം ആദ്മി പാർട്ടി വളർന്നു വന്നത് തന്നെ. കാരണം ഏറ്റവും കൂടുതൽ പണം എത്തിയത് കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെയാണ്. അത് സിഖുകാരാണ് അയച്ചത്. അത് ആം ആദ്മി പാർട്ടി പ്രസിദ്ധീകരിച്ച കണക്കിലുണ്ട്. പിന്നീട് അതുകൊണ്ടാണ് പഞ്ചാബ് ജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ് വിരുദ്ധ വികാരം BJP അവിടെ അത്ര ശക്തമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിനൊരു ബദൽ ജനം കണ്ടു ഇത്തവണ BJP. അതായത് സിഖ് ഹിന്ദു വോട്ടർമാരെ ധ്രുവീകരണത്തിലൂടെ എങ്ങനെ BJP വോട്ട് ധ്രുവീകരണം നടത്തി, അല്ല കോൺഗ്രസ് പണ്ട് ദളിത് പിന്നോക്ക വോട്ടുകളെ എങ്ങനെ ധ്രുവീകരിച്ചു, അതുപോലെ തന്നെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചാണ് കേജ്രിവാള് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിൽ എത്തിയത്. അതിനല്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാനയിൽ പോലും അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. UP-യിലൊന്നും നിലം തൊടാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം, അവിടെ ഇവിടെ വ്യക്തികളുടെ മികവ് കൊണ്ട് കാശ്മീരിലൊക്കെ ഒരു സീറ്റ് ജയിച്ചെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ മികവ് കൊണ്ട് ജയിച്ചതല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഈ BJP-യും കോൺഗ്രസും ഉയർത്തിയ, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ല. നമുക്കറിയാം, അവരുടെ കേന്ദ്ര ആസ്ഥാനം, കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെയുള്ള, ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഇവിടെ CPM-ഓ CPI-ക്കോ ഒന്നും നിലം തൊടാൻ പറ്റുന്നില്ല. ഒരു സീറ്റ് ജയിക്കാൻ പറ്റുന്നില്ല. അവരും അവരുടെ സ്ഥിതിയോ അതിനേക്കാൾ ദയനീയമാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയമാണ് ഡൽഹിയില് BJP-യെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. കൃത്യമായി BJP-യുടെ മികവ് കൊണ്ടല്ല. അവിടെ BJP-ക്ക് ഈ ഭരണം കൊടുത്തതില് ശ്രീ കേജ്രിവാളിന് സ്വയം കണ്ണാടി നോക്കി സ്വയം പഴിക്കുക മാത്രമേ നിർത്തിയുള്ളൂ. അദ്ദേഹത്തിന്റെ ശൈലിയിൽ വന്ന മാറ്റം, നമുക്കറിയാം. പിന്നെ വേറൊരു ഡൽഹിയിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രചരണം, എല്ലാ സൗജന്യം കൊടുത്തു. അതുകൊണ്ട് ശരിയാണ്, പാവങ്ങൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യം കൊടുത്തു വൈദ്യുതി. പക്ഷെ ഇത് ആരുടെ പണം കൊണ്ടാണ് ഈ സൗജന്യം കൊടുത്തത്? മധ്യവർത്തികളെ, ഏറ്റവും വലിയ പണക്കാരനല്ല, കോർപ്പറേറ്റുകളുടെ പണം എടുത്തിട്ടല്ല പാവങ്ങൾക്ക് കൊടുത്തത്, മധ്യവർത്തികളെ. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ 25 വർഷമായി ഡൽഹി താമസിക്കുന്ന, നൂറ്റാണ്ടുകാലമായി ഇത് നേരിട്ട് കാണും. ഞാൻ ഡൽഹിയിൽ എന്റെ ഭാര്യയും 2 മക്കളുമുള്ള ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട്ടിലാണ് സാധാരണക്കാർ, അതാണ് മിഡിൽ ക്ലാസ് താമസിക്കുന്ന വീട്. ഇത്തരം വീടുകളിൽ എനിക്കുള്ള ഏറ്റവും കുറഞ്ഞ വന്ന വൈദ്യുതി നിരക്ക് 6000 രൂപയാണ്. 25,000 രൂപയാണ് മാർച്ചിലും ജൂണിലും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന വൈദ്യുതി നിരക്ക്. അതായത് കേരളത്തിൽ പോലും കേട്ടുകേഴ്വിയില്ലാത്ത കൊടും കൊള്ളയാണ് ഡൽഹിയിൽ അപ്പർ മിഡിൽ ക്ലാസ്സിനും ചെയ്തുകൊണ്ടിരുന്നത്. ഈ പണം എടുത്ത് പാവങ്ങൾക്ക് ഫ്രീ കൊടുത്തു. ഞാൻ പറയുന്നത് ഫ്രീ കൊടുത്തതിനെ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് കോർപ്പറേറ്റുകളുടെ പണമെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. മധ്യവർത്തികളുടെ പണം, ഇത് BJP-യും ചെയ്യുന്നത് അത് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത്തവണത്തെ എല്ലാ പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുണ്ടല്ലോ 12 ലക്ഷം രൂപ. പക്ഷേ ബജറ്റിന്റെ റെസിപ്റ്റ് വിഹിതം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും, ഈ ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ പോലും ഇത് മധ്യവർത്തികളുടെ ഇൻകം ടാക്സ്, വ്യക്തിഗത പേഴ്സണൽ ഇൻകം ടാക്സിലാണ് സർക്കാർ ഏറ്റവും 1/3 വരുമാനം. കോർപ്പറേറ്റുകളുടെ വരുമാനം അല്ല കൂടുന്നത്. അപ്പൊ ഈ കൊള്ളക്കളി ലോകത്തെല്ലായിടത്തും, അമേരിക്കയിലായാലും ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ ഇത് BJP, പിന്നെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം അതിലേക്ക്, കാരണം കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇത് ആം ആദ്മി പാർട്ടിക്ക് കളവഴിഞ്ഞു കൊടുക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചു വരണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തകർച്ച, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സഖ്യം ഏകപക്ഷീയമായി വേണ്ടെന്ന് വെച്ചതിനാൽ BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു. അതിലേക്ക് കാരണക്കാരായത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയാണ്. ഈ പ്രധാനമായും ഞാൻ പറഞ്ഞ 2 പ്രധാന കാരണങ്ങളാണ് ഈ ഡൽഹിയിലെ ഈ ഫലത്തില്. അത് പ്രതീക്ഷിതമാണ്, വളരെ കൃത്യമായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ഒരു ത്രികോണ മത്സരം ഉണ്ടായി. കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം ആദ്യമായി ത്രികോണ മത്സരം ഉണ്ടാകുന്നു. ഭരണവിരുദ്ധ വികാരം വളരെയേറെ ശക്തമായിരുന്നു. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായും
ഈ BJPക്ക് അനുകൂലമായി മാറി. വ്യക്തമാണ്. അങ്ങ് പറഞ്ഞതുപോലെ 93-ൽ BJP അധികാരം പിടിക്കുന്നു. മദൻലാൽ ഖുറാനി, സുഷമ സ്വരാജ് ഒക്കെ മുഖ്യമന്ത്രിമാരാകുന്നു. ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് BJP ഒരു 50 സീറ്റിലേക്കൊക്കെ ലീഡ് നില വന്നിരുന്നു. ഇപ്പം 42ലേക്ക് ലീഡ് നില കുറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഡൽഹിയിലെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഇതിൽ ഒരു സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ വീണ്ടും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? കാരണം സീറ്റ് നില ഇങ്ങനെ കുറയുന്ന കാരണമാണ് ഞാൻ അങ്ങനെ ചോദിക്കും. ഇനി അതിനുള്ള ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 41-28ലേക്ക് വീണ്ടും സീറ്റ് നില മാറി മറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യത നമുക്കിനി പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇപ്പോഴും നമുക്കറിയാം ട്രെൻഡുകൾ മാത്രമാണ്, ലീഡ് നില മാത്രമാണ് കാണുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും ഈ ഡൽഹിയിലെ ഓരോ പ്രദേശത്തിന്റെ വോട്ടുകൾ എണ്ണുമ്പോൾ വ്യത്യാസം വരും. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. പക്ഷെ ഇതൊരു ട്രെൻഡായി മാറാൻ കാരണം അത്രയും സമയമായി കഴിഞ്ഞു, 10 മണിയായി കഴിഞ്ഞു. കൂടുതൽ സാധ്യത BJPക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് പോകുക എന്നത് തന്നെയാകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് ആം ആദ്മി കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സ്വന്തം അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നോ അഹങ്കാരത്തിൽ നിന്നോ അതെടുത്തു കളയുകയും ഇവിടുത്തെ സ്വയം പ്രവർത്തനത്തിലൂടെ, നമുക്കറിയാം ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മൊഹല്ല ക്ലിനിക്കുകളും നല്ല വിദ്യാലയങ്ങളും ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ തോതിൽ സ്വാഗതം ചെയ്തു. ഡൽഹിയിലെ സാധാരണക്കാരെല്ലാം സ്വാഗതം ചെയ്തു. പക്ഷെ പിന്നീട് കഴിഞ്ഞ 5 വർഷത്തില് അതിൽ പുതിയതായി ഒന്നും പിന്നെ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന ആരോഗ്യ മൊഹല്ല ക്ലിനിക്കുകൾ, അടഞ്ഞുപോയ മൊഹല്ല ക്ലിനിക്കുകളുണ്ട്, ഇപ്പോഴും നല്ല പ്രവർത്തിക്കുന്ന മൊഹല്ല ക്ലിനിക്കുകളുണ്ട്. പുതിയതായി സർക്കാർ സ്കൂളുകൾക്ക് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് കിടന്ന് പുതിയതായി എന്തെങ്കിലും ജനങ്ങൾക്ക് ഓഫർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതേസമയം ഒരു വർഗീയ പാർട്ടി ആണ് ഇത്. വോട്ട് പിടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ചെയ്യുന്നത് പോലെ തന്നെ ഹിന്ദു സിഖ് തീവ്രവാദ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് വേണ്ടി കൃത്യമായ ഒരു അജണ്ട. ഞാൻ അതിന് 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, അദ്ദേഹം ഹനുമാൻ ചാലിസ പാടി മുഴുവൻ ക്ഷേത്രങ്ങളിലും പോയി ഒരൊറ്റ മുസ്ലിം, ക്രിസ്ത്യൻ, ജെയിൻ അല്ലെങ്കിൽ സിഖ് സ്ഥലങ്ങളിൽ പോയില്ല. പേരിന് അവർ വിളിച്ചപ്പോ 1-2 മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. അതൊഴിച്ചാൽ അദ്ദേഹം ഇത് കൃത്യമായി അകന്നു നിന്നു. ഡൽഹിയിലെ CAA സമരമടക്കം നടക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ നടത്തിയ വലിയ സമരങ്ങളിൽ ഒന്നുപോലും അവിടെ ചെന്നില്ലെന്നല്ല, മന്ത്രിമാരോട് അവിടെ പോരുമെന്നും കൂടെ പറഞ്ഞു. അതുപോലെ ഇവിടെ എന്റെ വീടിനടുത്ത് ഒരു ക്രൈസ്തവ വലിയൊരു കത്തോലിക്ക പള്ളി പൂർണ്ണമായി ഇടിച്ചു നിർത്തി. DDA ആണ്, കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി. അത് സംസ്ഥാന സർക്കാരിനും അതിനൊരു ചെറിയ പങ്കുണ്ടാവാം. അവിടെ പൂർണ്ണമായിട്ട് ഇടിച്ചു നിർത്തി. അതിനപ്പുറത്ത് നിൽക്കുന്ന അമ്പലവും മുസ്ലിം പള്ളിയും അവിടെ നിൽക്കുന്ന മുഴുവൻ അനധികൃത കെട്ടിടങ്ങളും ഇടിച്ചു പൊളിക്കാതെയാണ് ഏകപക്ഷീയമായി ഒരു പള്ളി മാത്രം തകർത്തത്. അവിടുത്തെ ലോക്കൽ MLA വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി വരികയല്ലെന്നല്ല, മന്ത്രിമാരോടും പോരെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് 10 ലക്ഷം രൂപ തന്ന് ഒതുക്കാൻ നോക്കി പള്ളികൾക്ക്. ഈ പള്ളിക്ക് കത്തോലിക്ക സഭ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു. ഈ പണം സ്വീകരിച്ചിട്ടുമില്ല. ആ പള്ളി ഇപ്പോഴും പള്ളി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കൃത്യമായി അകലുകയും ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഗുരുദ്വാരകളിൽ അദ്ദേഹം പോയി. കാരണം ഗുരുദ്വാരകളിൽ അദ്ദേഹത്തിന് പലയിടത്തും പരിപാടികൾക്ക് പോകേണ്ടി വന്നു. ഇവിടെ സിഖ് വോട്ടുകളെ കൃത്യമായി അദ്ദേഹം പ്രീണിപ്പിച്ചു. അതാണ് പഞ്ചാബിൽ കണ്ടത്. ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് പോലും അദ്ദേഹത്തിന്റെ ഒരു പരോക്ഷ പിന്തുണ ഉണ്ടായി എന്നൊക്കെ BJP ആരോപിക്കുമ്പോൾ അപ്പാടെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് പലതിലും വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികളായിട്ടുള്ളവരെ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. അതൊക്കെ വേറെ കാര്യം. പക്ഷെ അപ്പോഴും ഈ ആം ആദ്മി പാർട്ടിയുടെ വലിയ വീഴ്ചകളിൽ നിന്നാണ് BJP മുതലെടുക്കുന്നത് എന്ന കാര്യം പ്രത്യേകം. അതാണ് ഈ രാഷ്ട്രീയത്തിൽ നൽകുന്ന പ്രധാന ഒരു മെസ്സേജ്. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആം ആദ്മി പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ, നമുക്കിനി മാധ്യമങ്ങൾ പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ പ്രകാരം അതിനെ ഉദ്ധരിച്ച് കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മനീഷ് സിസോദിയ ഇപ്പം ജംഗ്പുര മണ്ഡലത്തിലെ ഏകദേശം 1314 വോട്ടുകൾക്കാണ് പിന്നിൽ നിൽക്കുന്നത്. മാധ്യമങ്ങൾ മറ്റൊരു പിക്ചറാണ് നൽകുന്നത് എങ്കിൽ പോലും 1ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ. ഒപ്പം തന്നെ അതിഷി നിലവിലെ
ഡൽഹി മുഖ്യമന്ത്രി കാൽക്കാജി മണ്ഡലത്തിൽ 1342 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നത്. അവിടെ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹം വെറും നിലവിൽ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ വെറും 343 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽ ഡേറ്റ പ്രകാരം മാധ്യമങ്ങൾ വലിയൊരു ഡിഫറൻസ് ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ തലമുതിർന്ന നേതാക്കളെ എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ ഭരണത്തോടൊരു വിരുദ്ധ വികാരമുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമുക്കറിയാം മാറി മാറി ഭരിക്കുമ്പോൾ പോലും അതിൻ്റെ കോർ ലീഡേഴ്സിനൊരു കോട്ടം തട്ടാറില്ല. പക്ഷേ ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നില പരിങ്ങലിലാകുന്നു, അതിഷിയുടെ നില പരിങ്ങലിലാകുന്നു, ഒപ്പം സിസോദിയുടെ നില പരിങ്ങൽ. എങ്ങനെയാണ് ജനം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നത്? ഈ കേരളത്തിലെ രാഷ്ട്രീയവുമായി ഡൽഹി രാഷ്ട്രീയത്തിന് ഒരു ബന്ധവുമില്ല. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാണ്. കാരണം ഡൽഹിയിലെ ജനങ്ങൾ കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, അപ്പർ മിഡിൽ ക്ലാസ്, പാവപ്പെട്ടവൻ പോലും പെട്ടെന്ന് പണക്കാരാകുന്നു. കാരണം കഷ്ടപ്പെടുന്ന വേറൊരു പൊളിറ്റിക്സും ജനങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ, വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഈ 3 പേരും വെല്ലുവിളി നേരിടുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് വ്യക്തമായിരുന്നു. അത് ജനങ്ങള് നേതാവിന്റെ മികവ് കണ്ടിട്ടല്ല. ഇവിടെ പൊതുവായ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം, ഏറ്റവും നല്ല പ്രഭാവകാലത്ത് പോലും മോഡിക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതായത് മോഡി പ്രഭാവം കൊണ്ടല്ല ഇവിടെ ജയിക്കുന്നത്. ഇവിടെ ജയിച്ചത് വിരുദ്ധ വികാരവും വോട്ടുകളുടെ ഭിന്നിപ്പും കൊണ്ടാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. അവിടെയാണ് കൃത്യമായ ഇദ്ദേഹത്തെ വിശ്വസിച്ച അതേ ജനം തന്നെ, അല്ലെങ്കിൽ ആ ജനങ്ങളിലെ ഒരു വലിയ വിഭാഗം തന്നെ ഈ കേജ്രിവാളിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും കൂടെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് കേജ്രിവാൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രതിനിധിയായി വന്ന്, നമുക്കറിയാം ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി, അവര് എപ്പോഴും ഒരു മാരുതി സെൻ കാറിലും ഒരു വളരെ കോട്ടൺ സാരി എടുത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിച്ച് ഇതുപോലെ നിന്നിരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കേജ്രിവാൾ. പക്ഷെ കേജ്രിവാൾ എന്താ ചെയ്തത്? പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തെ 2ാം വരവും അവസാന കാലത്തും അദ്ദേഹം ഈ ഇതെടുത്ത് പണത്തിന്റെ ധാരാളിത്വവും അധികാരത്തിന്റെ ധാരാളിത്വവും അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ ഈ ഇലക്ഷൻ കാലത്ത് മാത്രമാണ് ഇറങ്ങി വന്നത്. അതിനു മുമ്പ് കുറെ കാലം ജയിലിലുമായിരുന്നു. അത് BJPയുടെ കൃത്യമായ തന്ത്രം കൂടെയുണ്ട്. അപ്പൊ BJPയുടെ തന്ത്രങ്ങളിൽ കുടുങ്ങുകയും അതോടൊപ്പം സ്വയം ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തു എന്നതാണ് ഈ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കുണ്ടായിരിക്കുന്ന വ്യത്യാസം. കാരണം അവരൊരു പറയുന്ന നമ്മുടെ നാട്ടിൽ തകര വളരുന്നെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ഓളത്തിൽ വന്നതാണ്. ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു വലിയ വികാരമുണ്ടായ സമയത്ത് അഴിമതിക്കെതിരെയും, ഇവിടെ നമുക്കറിയാമല്ലോ ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ, കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ഉണ്ടായ വലിയ ജനവികാരം, ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ആം ആദ്മി പാർട്ടി BJPക്കും കോൺഗ്രസിനും ബദലായിട്ട് അധികാരത്തിലേക്ക് വന്നത് ഡൽഹിയിൽ. പക്ഷെ അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു ആം ആദ്മി പാർട്ടി. അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അയൽ സംസ്ഥാനം മുതൽ കേരളവും തമിഴ്നാട് അടക്കം ഒരിടത്തും ആം ആദ്മി പാർട്ടി ഇതുവരെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ഗതികേടിലേക്ക് വളരുന്നത്. അവർ രാജ്യമൊട്ടാകെ ഉത്സവിപ്പിച്ച് വലിയ കേന്ദ്രം ഭരിക്കുന്ന രീതിയിലേക്ക് വരെ ഞാൻ പ്രധാനമന്ത്രി ആകുന്ന വരെയുള്ള സൂചനകളുമായാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ കേജ്രിവാളിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ഉയർത്തിക്കാട്ടി. പക്ഷെ അവിടെ നിന്ന് പുറകോട്ട് പോവുകയാണ്. ആ പുറകോട്ട് പോക്കിന് ജനങ്ങൾ നൽകുന്ന സന്ദേശമാണ് നേതാക്കൾക്കെതിരെയുള്ള തിരിച്ചടി കൂടി. അവിടെയൊന്നും എതിർ സ്ഥാനാർത്ഥി എല്ലായിടത്തും ഇപ്രാവശ്യം ശക്തരായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ശക്തരായിരുന്നു, BJPയുടെ സ്ഥാനാർത്ഥിയും ശക്തരായിരുന്നു. BJPയുടെ പലരും വളരെ സാമ്പത്തികമായും കേന്ദ്രമന്ത്രിമാരൊക്കെ കൃത്യമായി വലിയ തോതിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത്. നമുക്കറിയാം ഓരോ സംസ്ഥാനത്തെയും വോട്ടർമാരെ, മലയാളികളെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിയെ ഒക്കെ രംഗത്തിറക്കിയിരുന്നു. തെലുങ്കന്മാരെ സ്വാധീനിക്കാൻ, കന്നഡക്കാരെ സംബന്ധിച്ച് തമിഴന്മാരെ സ്വാധീനിക്കാനായിട്ട് പഞ്ചാബികള്, കാശ്മീരികള്, അങ്ങനെ ഈ ഡൽഹിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെ സ്വാധീനിക്കാൻ അതാത് സംസ്ഥാനത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ഇവിടെ യോഗി ആദിത്യനാഥൊക്കെ വ്യാപകമായ പ്രചരണം നടത്തിയ സംസ്ഥാനമാണ്. അപ്പോ BJP കൃത്യമായ ഒരു സ്ട്രാറ്റജി, അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. കേന്ദ്ര ഭരണമുണ്ട്, പണം വാരിക്കോരി ചെലവഴിക്കുന്നു. എല്ലാ സംവിധാനങ്ങളോടും കൂടിയും എങ്ങനെയും ഈ 4 നൂറ്റാണ്ടായി പുറത്തു നിൽക്കുന്ന ഈ പാർട്ടി തിരിച്ചു വരാനായി അവർ കൃത്യമായ ഒരു ആസൂത്രണം തന്നെ നടത്തി വർഷങ്ങളുടെ. കോൺഗ്രസ് ഒരുപക്ഷെ BJPയും ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കാം എന്നതുകൊണ്ടാകാം അവർ ആസൂത്രണത്തിൽ ഒത്തിരി പിന്നോക്കം പോയി. അവസാന നിമിഷം
ലാസ്റ്റ് 2 മാസം കൃത്യമായ 1.5 മാസമെങ്കിലും വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി അവർ പ്രവർത്തിച്ചു. ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി. അത് BJPക്ക് ഗുണം ചെയ്തു. BJP ജയിച്ചാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഇത്തവണ ആം ആദ്മി പാർട്ടി തോക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. കാരണം ഒരു പാർട്ടിക്കും അവരുടെ സ്വന്തം പാർട്ടിയെ വിട്ടുകൊടുത്തുകൊണ്ട് വേറൊരു പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു തോന്നൽ കൂടി കോൺഗ്രസിനുണ്ടായി. കാരണം ഇന്ത്യ സഖ്യത്തിലൊക്കെ എപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ ആവശ്യം വരുമ്പോൾ മാറിയെടുത്തു. ആ നിലയിലൊക്കെ ആം ആദ്മി പാർട്ടി സ്വയം പഴിക്കേണ്ട അല്ലെ സ്വയം തിരുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അരവിന്ദ് കെജ്രിവാൾ പലപ്പോഴും തുടക്കകാലത്ത് അധികാരത്തിൽ വന്ന സമയത്ത് പറയുകയുണ്ടായി, ഡൽഹി ഭരിച്ച് അത് അവിടെ ഒരു വിജയത്തിലെത്തിയതിന് ശേഷം മാത്രം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹിയിൽ അധികാരത്തിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വ്യാപകമായി ഇറങ്ങുകയും നരേന്ദ്രമോദിക്ക് അതൊരു ബദലായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ, അതോ ജയിലിൽ തുടരാനുള്ള സാഹചര്യമായിരിക്കുമോ ഇനി ഉണ്ടാകാൻ പോകുന്നത്? എന്തായിരിക്കും? ദിവാസ്വപ്നങ്ങൾ ആർക്കും കാണാം. ഇപ്പൊ തൽക്കാലം ആം ആദ്മി പാർട്ടി ആ നിലയിലേക്ക് ദേശീയ തലത്തിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. അവര് തൽക്കാലം ഡൽഹിയിലും പഞ്ചാബിലും ഭരണം ഉയർപ്പിക്കാനും അവിടെ ഇവിടെ 5 സീറ്റ് കിട്ടിയ ഗുജറാത്തിലും ഗോവയിലും ഒക്കെ ഓരോരോ സീറ്റ് കിട്ടിയിടത്തൊക്കെ പിടിച്ചു നിൽക്കാനും ഹരിയാനയിലൊക്കെ കുറെയൊക്കെ വളരാനുമായിരിക്കും ശ്രമിക്കുന്ന, അല്ലാതെ മൊത്തത്തിൽ ശ്രമിക്കും. മൊത്തത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതേസമയം ഈ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ഇനി BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്യാവുന്നതൊക്കെ ചെയ്യും. അത് കോൺഗ്രസിനെ തകർക്കാൻ അവരെന്തൊക്കെ ചെയ്തോ അതിൽ ഒരു കുറവും വരില്ല. നേരത്തെയും ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി അതിനുള്ള ശ്രമങ്ങളായിരുന്നു. 10 കൊല്ലമില്ലെങ്കിൽ അവസാനത്തെ 5 കൊല്ലമെങ്കിലും കൃത്യമായി ആം ആദ്മി പാർട്ടിയും കേജ്രിവാളിന്റെയും അവരുടെ പ്രതിച്ഛായ തകർക്കുന്നത് പോലെ അതിനുവേണ്ടിയുള്ള ജയിലിലിട്ടാൽ ഒരു അത്ഭുതമില്ല. കാരണം ജയിലിലിടാനുള്ള അതിന് കാരണമോ തെളിവോ വേണമെന്നില്ലല്ലോ. BJP അധികാരത്തെ പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടതിന് കാരണങ്ങൾ ഏത് പ്രതിപക്ഷ നേതാവിനെയാണ് ഏത് കോടതിയാണ് ശിക്ഷിച്ചത്? അത് അതേസമയം എത്ര പേരെ ജയിലിലിട്ടു? നമുക്കറിയാം. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം 5 ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്യുന്നു. റോബർട്ട് വധേരെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്യുന്നു. റോബർട്ട് വധേരെ പോലും ജയിലിലിടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എത്രയോ കോൺഗ്രസ് നേതാക്കളെ നമുക്കറിയാമല്ലോ. ജാർഖണ്ഡില് പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ ജയിലിലിട്ടു. പക്ഷെ അദ്ദേഹം അധികാരത്തിലേക്കും കൂടെ തിരിച്ചു വന്നു. ഇതെല്ലാം ഒരു തെളിവും വേണമെന്നില്ല. കോടതികളെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവർ വന്നത്. ഇവിടെ കോൺഗ്രസിന് പക്ഷെ സ്വയം ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, പ്രതിപക്ഷത്തെ ഏറ്റവും മുഖ്യ പാർട്ടി എന്നുള്ള നിലയിൽ ഇവിടുത്തെ ദേശീയ തലത്തിൽ പാർട്ടികളെ ഏകോപിപ്പിക്കുന്നതിനും കൂടെ നിർത്തുന്നതിനും ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഭരിക്കുന്നതിനുമല്ല, വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജോർജ് കല്ലുവേൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ കോൺഗ്രസ് പലപ്പോഴും ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യശക്തിയാണ്, ഈ സഖ്യകക്ഷിയാണ് ആം ആദ്മി എന്ന് മറന്നുപോകുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും വിമർശനങ്ങളാണ് ഉയർത്തി വിട്ടത്. ഇപ്പം കോൺഗ്രസ് തന്നെ ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിച്ചത് ആൽക്കഹോൾ ആക്ടിവേറ്റഡ് പാർട്ടി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, BSP ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തകർച്ചയുടെ ഒരു തുടക്കത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ടോ? കാരണം ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നപ്പോൾ BJPയെ ഉറപ്പിക്കാൻ സാധിച്ചു. എപ്പോഴൊക്കെ അവർ വിഘടിച്ച് നിന്നുവോ അന്നൊക്കെ BJP നേട്ടം കൊയ്യുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന സംവിധാനത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അങ്ങനെയല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് സാധ്യതകളുടെ ഒരു കൂട്ടായ്മയാണ്. സംസ്ഥാനങ്ങളിൽ ഒരിക്കലും അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിച്ചേ പറ്റൂ. പക്ഷെ അതിന്റെ അർത്ഥം കോൺഗ്രസും CPM-ഉം തമ്മിൽ ദേശീയ തലത്തിൽ ഒന്നിക്കുന്നില്ല എന്നല്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ സ്വന്തം കാര്യം നടക്കുമ്പോൾ അപ്പൊ ആ പാർട്ടികള് ദേശീയ പാർട്ടിയായിട്ടുള്ള പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനെതിരെ നിൽക്കും. അല്ലാതെ കോൺഗ്രസ് ഇവരെ കൂട്ടാൻ ശ്രമിച്ചാലും നടക്കില്ല. കോൺഗ്രസ് എത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്താലും ഇവര് ഓരോ പാർട്ടികൾ, ഇപ്പം നമുക്കറിയാം UP-യില് സമാജ്വാദി പാർട്ടി, അവര് കോൺഗ്രസ് ഒന്നിച്ചെന്നാണ് മത്സരത്തിൽ നിന്ന് ഇത്രയും ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുണ്ടാക്കിയ സഖ്യം വൻ വിജയമായി. അതിന് മുമ്പിൽ നടത്തിയ എല്ലാ സഖ്യവും പരാജയപ്പെട്ടു സംസ്ഥാന തലത്തില്. ഇപ്പോൾ വീണ്ടും അവര് സമാജ്വാദി പാർട്ടി, നമുക്കറിയാം സമാജ്വാദി പാർട്ടിയൊക്കെ ഇവിടെ പരസ്യമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം DMK-യും നാഷണൽ കോൺഫറൻസും ഇത് വിട്ടുനിന്നു. അവര് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ. ദേശീയ
അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തില് ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ ആ ഭിന്നതകൾ അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഇവരെല്ലാം ഒന്നിച്ച് മത്സരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യത്തോടും അവബോധത്തോടും തന്നെയാണ് ആ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അത് അങ്ങനെ തകരില്ല. അതേസമയം അത് അങ്ങനെ കൂട്ടിയോജിക്കുകയില്ല. അതേസമയം കേന്ദ്രത്തിൽ അധികാരം വരുന്ന കിട്ടാനായി അവരെല്ലാം ഒന്നിക്കുകയും ചെയ്യും. വീണ്ടും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ത്യ സഖ്യം മൊത്തം അങ്ങ് തകർന്നു എന്ന് ആരെങ്കിലും കരുതണ്ട. കാരണം അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഈ ഭിന്നതകളോടുകൂടിയാണ് കേച്ചുകെട്ട് മുന്നണി തന്നെയാണത്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ഭരിക്കുന്ന ഏറ്റവും വലിയ പ്രമാണിയായിട്ടുള്ള പാർട്ടിക്കെതിരെ പണ്ട് നമുക്കറിയാം ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് സഖ്യം രൂപീകരിച്ചതും കോൺഗ്രസിനെതിരെ സഖ്യം രൂപീകരിച്ച് ഇങ്ങനെ തന്നെയാണ്. ഈ കൂട്ടുമുന്നണി ഏറ്റുകെട്ട് മുന്നണി ഉണ്ടാക്കിയാണ് എല്ലായിടത്തും അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്ന് കുറെ കഴിഞ്ഞിട്ട് മാത്രമേ ചെറുകിട പാർട്ടികളെ ഒതുക്കാൻ നോക്കുകയുള്ളൂ. ഇപ്പൊ നിലവിൽ എന്തെല്ലാം പറഞ്ഞാലും എത്ര കുറച്ചാലും കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടി. കോൺഗ്രസിനെ പൂർണ്ണമായി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ ലക്ഷ്യങ്ങൾ അവർ വളഞ്ഞ വഴിയിലൂടെ ആണ് കൂടുതൽ സാധിച്ചത്. ഇനിയാണെങ്കിലും അത് അത്ര എളുപ്പമല്ല. കോൺഗ്രസ് അതിനിടയ്ക്ക് അവിടെ എവിടെയൊക്കെ അധികാരത്തിൽ വരും നമുക്ക് കാണാം. കർണാടക വന്നു, ഹിമാചലി വന്നു. അപ്പൊ ഇത് ഒരു 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 പൂർണ്ണമായി എഴുതിത്തള്ളാവുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കാരണം കോൺഗ്രസിന് ഈ രാജ്യത്തുടനീളം വേരുകളുണ്ട്. കോൺഗ്രസ് അതിന്റെ നേതൃത്വം മുമ്പേ കേജ്രിവാൾ സ്വയം പഴിക്കണമെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് സ്വയം പഴിക്കേണ്ട അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ഇടയ്ക്ക് വർഗീയതയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് സോഫ്റ്റ് വർഗീയതയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് ന്യൂനപക്ഷ പ്രീണനത്തിന് പോകുന്നു, ഇടയ്ക്ക് ന്യൂനപക്ഷ ആ പ്രീണനത്തിൽ വീഴ്ച വരുത്തുന്നു, ഇടയ്ക്ക് മറ്റു തരം തന്ത്രങ്ങൾ എടുക്കുന്നു. ഇപ്പൊ കാസ്റ്റ് സെൻസസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആണോ എന്നറിയത്തില്ല. രാഹുൽ ഗാന്ധി ഒരു വഴി കൂടെയും ആ രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള എത്രയോ പേര് അത് പൊക്കോട്ടെ എന്നുള്ള ലൈനാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതേസമയം BJP ഏത് മാർഗത്തിലൂടെയും ഇപ്പൊ ആം ആദ്മി പാർട്ടിയിൽ സീറ്റ് കൊടുക്കാതെ പോയ എത്രയോ MLA-മാരെ 8 പേര് അവസാനം ചേർന്ന് അതിന് മുമ്പും ചേർന്ന് 4 പേര്. അപ്പൊ ഇവരെയൊക്കെ ആം ആദ്മി പാർട്ടിക്ക് BJPയിലേക്ക് ഉൾക്കൊണ്ടു. അവരെ ജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, അല്ല BJP. അത് ആ നിലയിലല്ല. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള കൃത്യമായ സ്ട്രാറ്റജി കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും വേണ്ടത്രയില്ല. ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് അതുണ്ടായിരുന്നു. പക്ഷെ ആം ആദ്മി പാർട്ടി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഇവിടെ ചെയ്തത് ഇത്തവണത്തെ ഭരണവിരുദ്ധ വികാരവും BJPയുടെ ഈ തള്ളലും നേരിടണമെങ്കിൽ കോൺഗ്രസിനെ കൂടെ നിർത്തേണ്ടതുണ്ടായിരുന്നു ഇവിടെ. കാരണം കോൺഗ്രസ് ആയിരുന്നു ചെറിയ കക്ഷി. കഴിഞ്ഞ പാർലമെന്റിൽ 4-3 മത്സരിച്ചത്. കോൺഗ്രസിന് അർഹമായ സീറ്റുകൾ കൊടുത്ത് കോൺഗ്രസുമായി ചേർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ BJP അധികാരത്തിൽ വരില്ലായിരുന്നു. അപ്പോ ഇതെല്ലാ പാർട്ടികളും സ്വയം വിലയിരുത്താനായിട്ട് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഒരു കാരണമാകട്ടെ. വളരെ നന്ദി ശ്രീ ജോർജ് കള്ളുവിൽ. വളരെ വിശദമായിട്ട് ഡൽഹിയുടെ ഒരു യഥാർത്ഥ ഒരു ചിത്രം, ഒരു മുഖം അങ്ങ് അവതരിപ്പിച്ചു. വളരെ നന്ദി.